നോക്കുക, ഐഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചോദ്യമാണ് ആദ്യത്തേത്. For the matrix A equal to 3, -2, 2, 0, -2, 1, 0, 0, 1, which of the following is an eigenvector corresponding to the eigenvalue -2? -2 എന്ന് പറയുന്ന ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ ഇതിലേതാണ് എന്നാണ് ചോദ്യം. -2 എന്ന് പറയുന്ന ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ ഈ കാണുന്നതിൽ ഏതാണ്? എങ്ങനെയാണ് നമ്മൾ ഐഗൺ വെക്ടർ കണ്ടുപിടിക്കുക? ഐഗൺ വാല്യൂവിൽ നിന്നും ഇതിന്റെ തിയറിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഐഗൺ വാല്യൂവിൽ നിന്നും ഐഗൺ വെക്ടർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഐഗൺ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ലാംഡ യൂസ് ചെയ്ത് എഴുതുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടുന്ന ലാംഡയുടെ വാല്യൂ ആണ് ഐഗൺ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ആ ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ശ്രദ്ധിച്ചോളൂ. എങ്ങനെയാണ് ഐഗൺ വെക്ടർ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് പറയാം. ഇപ്പോൾ ലാംഡ എന്ന് പറയുന്ന ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് a മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ, ഈ മെട്രിക്സ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സിന്റെ വാല്യൂ, ആ ഒരു എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ മെട്രിക്സ് ഉണ്ടാവുമല്ലോ, ആ എക്സിന്റെ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ a മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സിന്റെ വിലകളെയാണ് നമ്മൾ ഐഗൺ വാല്യൂസ് ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ദ പെർട്ടിക്കുലർ ഐഗൺ വാല്യൂ ലാംഡ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് a മൈനസ് ലാംഡ, ഇവിടെ ലാംഡ എന്ന് പറഞ്ഞാൽ -2 ആണ്. ലാംഡ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തന്നിട്ടുണ്ട് -2. a എന്ന് പറയുന്നത് ഈ മെട്രിക്സ് ആണ്. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് a മൈനസ് -2, അപ്പൊ +2i ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന മെട്രിക്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മെട്രിക്സ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കി നോക്കൂ, ഇവിടെ a മൈനസ് ലാംഡ ഐ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റിൽ മാത്രമേ ആ ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. കാരണം i എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താണ്? 1 0 0 0 1 0 0 0 1 എന്ന് പറഞ്ഞ ഐഡന്റിറ്റി മെട്രിക്സ് ആണ് അല്ലെ. അതിന്റെ കൂടെ ലാംഡ മൾട്ടിപ്ലൈ ചെയ്താൽ 2 ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ 2 2 2 എന്നേ വരുള്ളൂ. അപ്പൊ ഇത് കൂട്ടുകയാണെങ്കിലും കുറയ്ക്കുകയാണെങ്കിലും നമുക്ക് എവിടെയാണ് ഡിഫറൻസ് ആകെ ഉണ്ടാവുള്ളൂ? ഈ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സിൽ മാത്രമേ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ നിൽക്കും. അപ്പൊ ഡയഗണൽ എലമെന്റിൽ മാത്രം നിങ്ങൾ ഇവിടെ എന്താണോ ഓപ്പറേഷൻ ഉള്ളത് അത് ചെയ്ത് വെക്കുക. അത് ചെയ്താൽ എന്ത് കിട്ടും നോക്കൂ, 3 + 2 അല്ലെ, ഇവിടെ 2 ആണ്, +2 ആണ്, അപ്പൊ +2, 3 + 2 5 എന്ന് കിട്ടും. ബാക്കിയുള്ളതിലൊന്നും മാറ്റമില്ല, -2 and 2. അടുത്തതിലും 0 തന്നെയാണ് കിട്ടുക. ഇവിടെ -2 + 2 എന്ന് കിട്ടും. -2 + 2 എന്ന് വരും, 0 എന്ന് വരും അല്ലെ. -2 + 2 0. പിന്നെ ഇവിടെ 1, അത് മാറ്റമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ അടുത്തത് 0 0, ഇവിടെ 1 ഉണ്ട്, 1ന്റെ കൂടെ നമ്മൾ 2 ആഡ് ചെയ്യും, 3 എന്നും കിട്ടും. ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് നിങ്ങൾക്ക് XY Z എന്ന് എഴുതാം, അല്ലെങ്കിൽ x1 y1, അല്ലെങ്കിൽ x1 x2 x3 എന്ന് എഴുതാം. എങ്ങനെ വേണം എഴുതാം കേട്ടോ, ആ വാരിയബിൾ മെട്രിക്സ് എന്നുള്ള അർത്ഥമാണ് x2 x3, അല്ലെങ്കിൽ XYZ എന്ന് എഴുതിക്കോളൂ, അതും കുഴപ്പമൊന്നുമില്ല. ഈക്വൽ ടു 0 0 0. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ എഴുതും. ഇതെന്താ ചെയ്തതെന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. a മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ഈക്വൽ ടു 0 എന്ന് പറയുന്ന മെട്രിക്സ് ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടുന്ന എക്സിന്റെ വിലകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഗൺ വെക്ടർ എന്ന് പറയുന്നത്, കറസ്പോണ്ടിങ് ടു ദ ഐഗൺ വാല്യൂ ലാംഡ. അപ്പോൾ നമ്മൾ മെട്രിക്സ് a മൈനസ് ലാംഡ ഐ കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ ലാംഡ എന്ന് പറയുന്നത് -2 ആയതുകൊണ്ടാണ് മൈനസ് മൈനസ് പ്ലസ് ആയി മാറിയത്. അപ്പോൾ a + 2i എന്ന് വന്നു. ഈ i എന്ന് പറഞ്ഞ ഐഡന്റിറ്റി മെട്രിക്സ് ആയതുകൊണ്ട് 2i എന്ന് പറയുമ്പോൾ 2 0 0 0 2 0 0 0 2 ആയിരിക്കും. അപ്പോൾ ആ നടുക്കുള്ള ഡയഗണൽ എലിമെന്റിൽ മാത്രമാണ് ഈ പറഞ്ഞ വാല്യൂ ഡിഫറൻസ് ഉണ്ടാവുക. അത് ആഡ് ചെയ്യാണ് ചെയ്തത്, ഇവിടെ നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്ത് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? എക്സിന്റെയും x1ന്റെയും x2ന്റെയും x3യുടെയും വാല്യൂ കണ്ടുപിടിക്കണം. x1ന്റെയും x2ന്റെയും x3യുടെയും വാല്യൂ നിങ്ങൾ ഇത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണം. ഇവിടെ നിന്ന് നമുക്ക് ഇത് മെട്രിക്സ് ഇക്വേഷൻ ആക്കി റിട്ടേൺ, നമ്മൾ മെട്രിക്സ് ഇക്വേഷൻ ആക്കി മാറ്റിയത് ലീനിയർ ഇക്വേഷൻ ആക്കി എഴുതിയാൽ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ ആയിട്ട് കിട്ടും. ആ ഇക്വേഷൻ എഴുതല്ല നമ്മളിവിടെ ചെയ്യേണ്ടത്. ഇത് പക്ഷെ എളുപ്പമായതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 5x1 - 2x2 + 2x3 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. സെക്കൻഡ് ഇക്വേഷൻ എന്താണോ കിട്ടുക? ഇത് 0 ഇത് 0, x3 ഈക്വൽ ടു അല്ലെ, x3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അടുത്തതിലോ ഇവിടെയും 0 ഇവിടെയും 0, വീണ്ടും 3x3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇത് എന്തായാലും x3 എന്താണ്?
x3 0 ആണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. x3 0 ആണ് എന്ന് നമുക്ക് കിട്ടി. അത് ഈ ഒരു മെട്രിക്സ് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഇനി x3 0 ആണെങ്കിൽ അടുത്ത ആ x3യുടെ വാല്യൂ നമുക്ക് എവിടെ കൊടുക്കാം? ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കാം. ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും നോക്കിയേ. 5x1 മൈനസ് 2x2 പിന്നെ x3 0 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിനകത്ത് നിങ്ങൾ x1 x2 എന്താണെന്ന് കണ്ടുപിടിക്കൂ. ഇതെങ്ങനെ x1 x2 ഒറ്റ ഇക്വേഷൻ ഉള്ളത് എങ്ങനെ x1 x2 കണ്ടുപിടിക്കുക? അതിനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. ഇത് തന്നെ നിങ്ങൾ ഇങ്ങനെ എഴുതാം. 5x1 ഈക്വൽ ടു 2x2. ഓക്കെ, 5x1 ഈക്വൽ ടു 2x2 എന്ന് എഴുതാം. എന്നിട്ട് x1 ബൈ x2 എടുത്ത് നോക്കൂ. അപ്പൊ എന്താ കിട്ടുക നോക്കൂ. അതല്ലെങ്കിൽ x1ന്റെ താഴെ എന്ത് x2ന്റെ താഴെ എന്ത് അങ്ങനെ നോക്കിയാലും മതി കേട്ടോ. x1 ബൈ x2 എടുത്തു കഴിഞ്ഞാൽ x2 ഇവിടെ പോകുന്നു, 2 അവിടെ തന്നെ നിൽക്കും, 5 അവിടെ അല്ലേ? 2 അവിടെ തന്നെ നിൽക്കും, 5 ഇപ്പുറത്ത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? x1 എന്താണെന്ന് പറയാം, x2 എന്താണെന്ന് പറയാം അല്ലെ? x1 എന്താണെന്ന് പറയാം, x2 എന്താണെന്ന് പറയാം. ഫ്രം ദിസ് നമുക്ക് x1 ഈക്വൽ ടു 2 എന്ന് എടുക്കാം, x2 ഈക്വൽ ടു 5 എന്ന് എടുക്കാം. അത് എപ്പോഴും അങ്ങനെയാണോ? അങ്ങനെയൊന്നുമല്ല. നമുക്ക് ഏറ്റവും ചെറുതായിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു വാല്യൂ എടുക്കണം എന്ന് അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ x1 ഈക്വൽ ടു 2 എന്നും x2 ഈക്വൽ ടു 5 എന്നും എടുത്തു. അപ്പൊ നമുക്ക് x1 x2 x3 ഇപ്പോൾ എഴുതാൻ പറ്റും. എങ്ങനെയാണ് x1 x2 x3 എഴുതാം? x1 x2 x3 എന്ന് പറഞ്ഞ വെക്ടറിനെ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക് ഇവിടെ? ദിസ് ഈസ് ഈക്വൽ ടു x1 എന്ന് പറഞ്ഞാൽ 2, x2 എന്ന് പറഞ്ഞാൽ 5, x3 എന്ന് പറഞ്ഞാൽ 0. പിടിയോ? ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ ആണോ? അപ്പൊ x1 x2 x3 എന്ന് പറയുന്നത് 250 എന്ന് നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ ആൻസർ, 250. x1 x2 x3 250. ഓക്കെ, ഇതിപ്പോ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് x3 ഈക്വൽ ടു 0 എന്ന് മാത്രമേ കിട്ടിയുള്ളൂ. സപ്പോസ് അത് വലിയൊരു ഇക്വേഷൻ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നെങ്കിൽ, 3 വേരിയബിൾസ് വരുന്ന അല്ലെങ്കിൽ ഒരു 3 ഇക്വേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും 2 ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. 3 വാല്യൂസ് 2 ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അതെങ്ങനെയാ വഴി എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം വഴിയെ. നിങ്ങൾ ആ ക്ലാസ്സിൽ കണ്ടപ്പോൾ ക്ലാസ്സിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതെന്ന് ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോളൂ. നമുക്കിവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ആ മെട്രിക്സിന്റെ ഒരു ഐഗൺ വാല്യൂ തന്നിട്ടുണ്ട് -2. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഐഗൺ വെക്ടർ ഉണ്ടാവും. ആ ഐഗൺ വെക്ടർ ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? a മൈനസ് ലാംഡ i ഇൻറ്റു x ഈക്വൽ ടു 0 എന്ന് എഴുതി. ലാംഡ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്ന ഐഗൺ വാല്യൂ -2. അപ്പൊ a പ്ലസ് 2i ഇൻറ്റു x ഈക്വൽ ടു 0 എന്ന് വന്നു. നമ്മൾ ഇതാ a പ്ലസ് 2i എന്ന് പറഞ്ഞ മെട്രിക്സ് ഇങ്ങനെ എഴുതി. അതായത് എയും ഈ 2i എന്ന് പറഞ്ഞ മെട്രിക്സും കൂടെ കൂട്ടിയാണ് നമ്മൾ ഈ ഒരു മെട്രിക്സ് ഫോം ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ബാക്കി ഇവിടെ x എന്ന് പറഞ്ഞ ആ കോളം മെട്രിക്സ് x1 x2 x3 എന്ന് എഴുതി ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ഇനി ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് സോൾവ് ചെയ്യാനായിട്ട് ഇക്വേഷൻ ആയിട്ട് മാറ്റുക ചെയ്യാം. 5x1 മൈനസ് 2x2 പ്ലസ് 2x3 ഈക്വൽ ടു 0 എന്ന് എഴുതാം. പിന്നെ ഇവിടെ 0x1 0x2 x3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. 0x1 0x2 3x3 ഈക്വൽ ടു 0. 2 ഇക്വേഷൻ ആണെങ്കിലും x3യുടെ വാല്യൂ എന്താണ് കിട്ടുന്നത്? 0 എന്നാണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പൊ ആ 0 നമ്മളിവിടെ എഴുതി. x3യുടെ വാല്യൂ 0 ആയി. ആ x3യുടെ വാല്യൂ ഈ ഇക്വേഷനിൽ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എന്ത് വന്നു? 5x1 മൈനസ് 2x2 ഈക്വൽ ടു 0 എന്ന് വന്നു. അവിടെ നിന്ന് 5x1 ഈക്വൽ ടു 2x2 എന്ന് എഴുതാം. x1 ബൈ x2 അല്ലെങ്കിൽ x1ന്റെ താഴെ എന്ത് x2ന്റെ താഴെ എന്ത് അങ്ങനെ നോക്കിയാലും മതി കേട്ടോ. അങ്ങനെയും നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് x1ന്റെ താഴെ ഏത് നമ്പർ വരുന്നു? 2 ആണ് വരിക. ഈക്വൽ ടു x2ന്റെ താഴെ ഏത് നമ്പർ വരുന്നു? 5 ആണ് വരിക. അപ്പൊ x1ന് പകരം 2 എന്നും x2ന് പകരം 5 അങ്ങനെ എഴുതാം. അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ x1 ബൈ x2 ഈക്വൽ ടു 2 ബൈ 5 എന്ന് അങ്ങനെ എടുത്ത് എഴുതും. ഇങ്ങനെ എഴുതുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് x1 x2 എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ x1 x2 ആയി. അപ്പൊ നമ്മുടെ മെട്രിക്സിന്റെ ഫോർമാറ്റ് മെട്രിക്സ് ഡയറക്റ്റ് ആയിട്ട് വെക്ടർ എങ്ങനെ എഴുതാം? നമുക്ക് x1 x2 x3 എന്ന് പറയുമ്പോൾ 250. x3 എന്ന് പറഞ്ഞാൽ ഓൾറെഡി 0 ആയിരുന്നു. 250 അയച്ചാ. അപ്പൊ ഇതാണ് നമ്മുടെ ഐഗൺ വെക്ടർ കണ്ടുപിടിക്കുന്ന ഫോർമാറ്റ്. കിട്ടിയോ? ഇത് ഐഗൺ വെക്ടർക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഐഗൺ വാല്യൂ ഐഗൺ വെക്ടർ. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നോക്കുക. ഇതൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. ഇതിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അടുത്തത് രണ്ടാമത്തെ ചോദ്യം നോക്കൂ. രണ്ടാമത്തെ ചോദ്യം
A matrix M has eigenvalues 1 and 4 with the corresponding eigenvectors x1 equal to 1 minus 1, x2 equal to 2, 1 respectively. Then M is M എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ M എന്താണ് എന്നാണ് ചോദ്യം. എങ്ങനെയാണ് ഇത് പറയാൻ പറ്റുക? രണ്ട് ഐഗൺ വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്, ഒരു ഐഗൺ വാല്യൂവും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റണം? ആ എം എന്ന് പറഞ്ഞ മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഡയഗണലൈസേഷൻ എന്ന് പറഞ്ഞ മെട്രിക്സിലെ പ്രോസസ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ ഐഗൺ വാല്യൂ ഐഗൺ വെക്ടറിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇത് ചോദിക്കാം. ഓക്കെ, ഡയഗണലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഐഗൺ വാല്യൂ ഐഗൺ വെക്ടർ ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഐഗൺ വെക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഒരു മെട്രിക്സ് ഫോം ചെയ്യാം. ആ മെട്രിക്സിനെയാണ് നമ്മൾ മോഡൽ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, അതായത് നമുക്കിപ്പോൾ ഐഗൺ വെക്ടേഴ്സ് x1 ഉണ്ട് x2 ഉണ്ട് അല്ലേ? ഈ രണ്ട് ഐഗൺ വെക്ടറുകളും കോളം വെക്ടറുകളായിട്ട് എഴുതി ഒരു പി എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് ഫോം ചെയ്യാം. ഇതിനെയാണ് നമ്മൾ മോഡൽ മെട്രിക്സ് എന്ന് പറയുന്നത്. മോഡൽ മെട്രിക്സ് എന്നാണ് എഴുതാട്ടോ. മോഡൽ മെട്രിക്സ് നമ്മൾ പറയുമെങ്കിലും മോഡൽ മെട്രിക്സ് എന്ന് നമ്മൾ പറയുന്ന ഒരു മെട്രിക്സ് നമുക്കിവിടെ എഴുതാം. ഓക്കെ, അങ്ങനെ എഴുതിയാൽ ആ മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ തന്നിട്ടുള്ള എം എന്ന് പറഞ്ഞ മെട്രിക്സിനെ നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ പറ്റും എന്നൊരു ഇക്വേഷൻ, ഒരു തിയറം ഉണ്ട്. അത് ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു, ദാറ്റ് ഇംപ്ലൈസ് ഇങ്ങനെ ഒരു മോഡൽ മെട്രിക്സ് എഴുതിയാൽ ആ മെട്രിക്സിന്റെ ഇൻവേഴ്സും നമ്മുടെ മെട്രിക്സ് എമ്മും പിന്നെ ആ മെട്രിക്സും പി ഇൻവേഴ്സ് ഇൻറ്റു എം ഇൻറ്റു പി എന്ന് പറയുന്നത് എന്തായിട്ട് വരും? ഒരു ഡയഗണൽ മെട്രിക്സ് ആയിട്ട് വരും. ഇനി എന്താണ് ആ ഡയഗണൽ മെട്രിക്സിന്റെ ഫോർമാറ്റ്? ആ മെട്രിക്സിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് λ1 λ2. അതായത് രണ്ട് ഐഗൺ വാല്യൂസ് ആണ് ആ മെട്രിക്സിനുള്ളതെങ്കിൽ ആ ഡയഗണൽ മെട്രിക്സ് എങ്ങനെ വരും? ആ ഡയഗണൽ എലമെന്റ്സ് രണ്ടും ഈ പറഞ്ഞ രണ്ട് കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂസ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? എം എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എം എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ ഇവിടെ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പി എന്താണെന്ന് നമുക്ക് ഇവിടെ നിന്ന് എഴുതാം. എന്തായിരിക്കും പി എന്ന് നോക്കിക്കേ. പി എന്ന് പറഞ്ഞ മെട്രിക്സ് ഫസ്റ്റ് x1 1 മൈനസ് 1, അടുത്തത് x2 2 1. ഇതാണ് പി അല്ലേ? ഇനി എം എന്താണെന്ന് നമുക്ക് അറിയില്ല. എം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഡി എന്താണെന്ന് നമുക്കറിയാം. എന്താ ഡി? 1ഉം 4ഉം ആണ് ഐഗൺ വാല്യൂസ്. അപ്പോൾ 1 0 0 4 ഇതാണ് ഡി എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി പി ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. പി ഇൻവേഴ്സ് കണ്ടുപിടിച്ചാലേ ഇതിൻ്റെ കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കൂ, പി ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? പി ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം 1 ഡിറ്റർമിനന്റ് പി ഇൻറ്റു അഡ്ജോയിന്റ് പി അല്ലേ? അപ്പോൾ 1 ഡിറ്റർമിനന്റ് പി എന്താ നോക്കൂ. ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്താ നോക്കി നോക്കൂ. കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും കേട്ടോ. നിർബന്ധമായിട്ടും നമ്മൾ നോക്കി വെക്കേണ്ട കാര്യമാണ്. ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമിനന്റ് 1 + 2 3 എന്ന് വരും. അപ്പോൾ 1/3 അല്ലേ? ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ 1 × 1 മൈനസ് 1 × 2. അപ്പോൾ 1 + 2 3 എന്ന് കിട്ടും. പിന്നെ 2/2 മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ ഡയഗണൽ എലമെന്റ്സ് ഇന്റർചേഞ്ച് ചെയ്യുക. 1ഉം 1ഉം അങ്ങോട്ടും മാറ്റി എഴുതാം. റിവേഴ്സ് ഡയഗണലിന്റെ സൈൻ മാറ്റി എഴുതാം. -2ഉം 1ഉം ആക്കി എഴുതാം. ഇതാണ് പി ഇൻവേഴ്സ്. ഈ മെട്രിക്സ് ആണ് പി ഇൻവേഴ്സ്. അപ്പൊ നമുക്ക് പി കിട്ടി, പി ഇൻവേഴ്സ് കിട്ടി, പിന്നെ ഡി നമുക്കറിയാം. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? എം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ എം കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ഇപ്പോൾ ഉള്ളത് പി ഇൻവേഴ്സ് എം പി എന്നുള്ള ഇക്വേഷൻ ആണുള്ളത് അല്ലെ? പി ഇൻവേഴ്സ് എം പി ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണുള്ളത്. അപ്പൊ അതിനെ എം ആക്കി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യാം? ഈ പി ഇൻവേഴ്സും പി ഒക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. പി ഇൻവേഴ്സും പിന്നൊക്കെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം ഈ ഇക്വേഷൻ. അതായത് പി ഇൻവേഴ്സ് എം പി ഈക്വൽ ടു ഡി എന്ന് എഴുതുന്നതിന് പകരം ഇവിടെ ഒരു പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ പി ഇൻവേഴ്സ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ അത് എം പി എന്ന് വരും. ആ എം പി ഇവിടെ പി ഡി എന്ന് എഴുതേണ്ടി വരും. ഇനി ഇവിടെ ഈ പി ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ പി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പി പോവും. അപ്പോൾ എം കിട്ടും. എം ഇസ് ഈക്വൽ ടു ഇവിടെ ഈ സൈഡിലാണ് പി ഇൻവേഴ്സ് വരിക. പി ഡി പി ഇൻവേഴ്സ്. ആ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത് കേട്ടോ.
ഇവിടെ പി ഇൻവേഴ്സ് എം പി എന്ന് പറയുന്നത് അപ്പുറത്തോട്ട് വരുമ്പോൾ ഈ പി ഇൻവേഴ്സ് ഒക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഓർഡർ മാറിയിട്ടുണ്ടാവും. പി ഉള്ള സ്ഥലത്ത് പി ഇൻവേഴ്സും പി ഇൻവേഴ്സ് ഉള്ള സ്ഥലത്ത് പി യു ആയിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് എമ്മിനെ എഴുതാം. ഇനി ഇത് കണ്ടുപിടിച്ചാൽ മതി ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. എന്താണ് പി? 1 2 -1 1 ഇതാണ് പി. എന്താണ് ഡി? 1 0 0 4 ആണ് ഡി. എന്താണ് പി ഇൻവേഴ്സ്? 1/3 ഇൻറ്റു 1 -2 1 1 ആണ് പി ഇൻവേഴ്സ്. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എം കിട്ടും. മൾട്ടിപ്ലൈ നോക്കാം. 1/3 നമുക്ക് പുറത്തേക്ക് എടുക്കാം അല്ലെ? 1/3 അവസാനം നമുക്ക് മൾട്ടിപ്ലൈ 1/3 ഇൻറ്റു ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തോളൂ. 1 × 1 1, പിന്നെ 2 × 0 0, 1 × 0 0, 2 × 4 8. ഓക്കെ, പിന്നെ അടുത്തത് ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ -1 × 1 -1, പിന്നെ 1 × 0 1 0 തന്നെ വരും. -1 × 0 ഇത് 4. പിന്നെ ഇതിൻ്റെ കൂടെ 1 -2 1 1 മൾട്ടിപ്ലൈ ചെയ്യും. നമുക്ക് കിട്ടുന്നത് 1/3 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്താൽ 1 + 8 9 വരും. പിന്നെ -2 + 8 6 എന്ന് വരും. അടുത്തത് -1 + 4 3 എന്ന് കിട്ടും. 2 + 4 6 എന്നും വരും. ഓക്കെ, ഞാൻ 1/3 എല്ലാ എലമെന്റ്സിന്റെ കൂടെ 3 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് 3, ഇത് 2, ഇത് 1, ഇത് 2 ഇങ്ങനെ കിട്ടും. അപ്പോൾ 3 2 1 2 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. 3 2 1 2 ഓപ്ഷൻ ഡി ആണ് നമ്മുടെ എം എന്ന് പറഞ്ഞ മാട്രിക്സ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്, എന്നാലും മാക്സിമം ശ്രമിക്കുക പഠിക്കാനായിട്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. PSC ആണെങ്കിലും അതെ, അതുപോലെ തന്നെ നമ്മുടെ സെറ്റ് ആണെങ്കിലും അതെ. ക്ലിയർ? ഓക്കെ, റൈറ്റ്. ശരി, അപ്പോൾ ഇത് രണ്ടാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം നോക്കൂ. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. മൂന്നാമത്തെ ചോദ്യം, A be a 3/3 matrix with eigen values 1 -1 and 3. 1, -1 and 3. A എന്ന് പറയുന്ന ഒരു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. 3/3 മെട്രിക്സ് ആണ്. അതിന്റെ ഐഗൺ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതാണ്? 1 -1 and 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദെൻ നമ്മളോട് ചോദിക്കുന്നത് A² + A is non-singular, A² - A is non-singular, A² + 3A is non-singular, A² - 3A is non-singular. എന്താണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എന്താണ് സിംഗുലർ നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ? ഐഗൺ വാല്യൂസ് ആണ് തന്നിട്ടുള്ളത് അല്ലെ? ഡിറ്റർമിനന്റ് A 0 ആണെങ്കിൽ അത് സിംഗുലർ, അത് സിംഗുലർ. ഡിറ്റർമിനന്റ് A നോൺ സീറോ ആണെങ്കിൽ നോൺ സിംഗുലർ. പിടികിട്ടിയോ? ഡിറ്റർമിനന്റ് A, ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ അത് സിംഗുലർ, നോൺ സീറോ ആണെങ്കിൽ അത് നോൺ സിംഗുലർ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയേണ്ടത് A² + A എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ 0 കിട്ടുന്നുണ്ടോ, 0 കിട്ടുന്നില്ലയോ? A² - Aയുടെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ 0 കിട്ടുന്നുണ്ടോ ഇല്ലയോ? അതുപോലെ A² + 3Aയുടെ ഡിറ്റർമിനന്റ്, A² - 3Aയുടെ ഡിറ്റർമിനന്റ്. ഇതാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, ഇനി എന്താ ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ്? ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതും നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. നിങ്ങൾക്ക് അറിയുണ്ടാവും. ഡിറ്റർമിനന്റ് ഓഫ് A എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ്, പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ്, ഐഗൺ വാല്യൂസ്. ഐഗൺ വാല്യൂസിന്റെ പ്രോഡക്റ്റ് ആണ് എന്ത്? ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ രണ്ട് കാര്യവും നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ വേറൊരു കാര്യം കൂടെ പഠിക്കണം നമ്മൾ. A എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ, A എന്ന് പറയുന്ന ഒരു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ ആണ് ലാംഡ എങ്കിൽ A² ഐഗൺ വാല്യൂ λ² ആയിരിക്കും.
എ ക്യൂബിന്റെ ഐഗൺ വാല്യൂ ലാംഡ ക്യൂബ് ആയിരിക്കും. ഓക്കെ, എ ഇൻവേഴ്സിന്റെ ഐഗൺ വാല്യൂ 1/λ ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കാം. എയുടെ ഐഗൺ വാല്യൂ ലാംഡ, എ സ്ക്വയറിന്റെ ഐഗൺ വാല്യൂ ലാംഡ സ്ക്വയർ, എ ക്യൂബിന്റെ ആണെങ്കിൽ ലാംഡ ക്യൂബ്. ഓക്കെ, എന്താണോ എയുടെ ഐഗൺ വാല്യൂ അതിന്റെ സ്ക്വയറിന്റെയും ക്യൂബിന്റെയും ഒക്കെ ഐഗൺ വാല്യൂ അതിന്റെ സ്ക്വയറും ക്യൂബും ഒക്കെ തന്നെയാണ് വരിക. ഓക്കെ, ഐഗൺ വാല്യൂസിന്റെ സ്ക്വയറും ക്യൂബും ഒക്കെയാണ് നമുക്ക് കിട്ടുക. ഇത്രയും കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം. ഇനി വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. രണ്ട് മെട്രിക്സ് തന്നിട്ട് ഇപ്പൊ എയുടെ ഐഗൺ വാല്യൂ ബിയുടെ ഐഗൺ വാല്യൂ നമുക്കുണ്ട് അറിയാമെന്ന് വിചാരിക്കും. അപ്പൊ എ പ്ലസ് ബിയുടെ ഐഗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ് ഇസ് ഈ രണ്ടിന്റെയും ഐഗൺ വാല്യൂ ഓഫ് എ, ഐഗൺ വാല്യൂ ഓഫ് എ പ്ലസ് ഐഗൺ വാല്യൂ ഓഫ് ബി, രണ്ടിന്റെയും ഐഗൺ വാല്യൂസ് തമ്മിൽ കൂട്ടിയാൽ മതി. രണ്ടിന്റെയും ഐഗൺ വാല്യൂസ് തമ്മിൽ കൂട്ടിയാൽ മതി. കൂട്ടുകയാണെങ്കിൽ കൂട്ടുക, കുറയ്ക്കുകയാണെങ്കിൽ കുറയ്ക്കാം, ഡിപ്പെൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി എങ്ങനെയാണത് സിംഗുലർ ആണോ നോൺ സിംഗുലർ ആണോ എന്ന് പറയാം. പ്രൊഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് 0 ആവണം എന്നുണ്ടെങ്കിൽ ഒരു ഐഗൺ വാല്യൂ എന്തെന്ന് കിട്ടിയാൽ മതി? നമുക്ക് 0 എന്ന് കിട്ടിയാൽ മതി അല്ലെ? ഐഗൺ വാല്യൂസിൽ ഏതെങ്കിലും ഒന്ന് 0 എന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? അത് സിംഗുലർ ആണോ നോൺ സിംഗുലർ ആണോ എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് അത് എഴുതാൻ വേണ്ടി ഞാൻ ഇവിടെ മാറി കേട്ടോ. ഐഗൺ വാല്യൂസിന്റെ പ്രോഡക്റ്റ് 0 എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് 0 എന്നർത്ഥം. അപ്പൊ ഐഗൺ വാല്യൂന്റെ പ്രോഡക്റ്റ് 0 ആവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു ഐഗൺ വാല്യൂ 0 ആയിട്ട് നമുക്ക് കിട്ടണം അല്ലെ? അപ്പൊ അത് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ഇതിനകത്ത് ഏതിന്റെ ഐഗൺ വാല്യൂ ആണ് 0 വരിക എന്ന് നോക്കിയാൽ മതി. അപ്പൊ എയുടെ ഐഗൺ വാല്യൂ ആണ് 1 -1 3. അങ്ങനെയാണെങ്കിൽ എന്താണോ എ സ്ക്വയറിന്റെ ഐഗൺ വാല്യൂ? 1ന്റെ സ്ക്വയർ 1ന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ 9. എ സ്ക്വയറിന്റെ ഐഗൺ വാല്യൂ കിട്ടി അല്ലെ? ഇനി പറഞ്ഞോളൂ നിങ്ങൾ, എ സ്ക്വയർ പ്ലസ് എയുടെ ഐഗൺ വാല്യൂ എന്തായിരിക്കും? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ പോരെ? 2 0 12 അല്ലെ? 2 0 12 എന്തെന്ന് പറയാം നമുക്ക്? സിംഗുലർ എന്ന് പറയാം. സിംഗുലർ. എ സ്ക്വയർ പ്ലസ് എ ഈസ് സിംഗുലർ. ഓപ്ഷൻ എ അല്ല അല്ലേ? എന്തുകൊണ്ടാ സിംഗുലർ ആണെന്ന് മനസ്സിലായത്? 2 0 12 0 അവിടെ വന്നു. 0 വന്നാൽ ഡിറ്റർമിനന്റ് എന്തായി മാറും? 0 ആയിട്ട് മാറും. ഡിറ്റർമിനന്റ് 0 ആയി കഴിഞ്ഞാൽ സിംഗുലർ ആണ്. അതുകൊണ്ട് എ സ്ക്വയർ പ്ലസ് എ ഈസ് നോൺ സിംഗുലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ തെറ്റാണ്. പിടികിട്ടിയോ? എ സ്ക്വയർ പ്ലസ് എ നോൺ സിംഗുലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, അടുത്ത നോക്കൂ. എ സ്ക്വയർ മൈനസ് എ, എ സ്ക്വയർ മൈനസ് എ, എ സ്ക്വയർ മൈനസ് എ എടുത്താൽ ഇത് രണ്ടും മൈനസ് ചെയ്യാറുണ്ട്. 1 - 1 0 വരും അല്ലെ? -1 -1 -2 വരും. ഇത് -6 വരും. ഇതും എന്താണ്? സിംഗുലർ. കാരണം ഇവിടെ എന്തുണ്ട്? ഒരു ഐഗൺ വാല്യൂ 0 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓപ്ഷൻ ഡി തെറ്റാണ്. ഓപ്ഷൻ സി നോക്കൂ. എ സ്ക്വയർ പ്ലസ് 3a. അത് കൺഫ്യൂഷൻ ആവുമെന്ന് വേണ്ട. എ സ്ക്വയർ ഐഗൺ വാല്യൂ പ്ലസ് 3a ഐഗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ എയുടെ ഐഗൺ വാല്യൂന്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഐഗൺ വാല്യൂസ് നോക്കൂ. 1 + 3 × 1. ഓക്കെ, അടുത്തത് 1 + 3 × -1. അടുത്തത് 9 + 3 × 3 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? ഇവിടെ 4 - 2 and 18. എന്താണ്? നോൺ സിംഗുലർ. നോൺ സിംഗുലർ അല്ലെ? ഇവിടെ ഐഗൺ വാല്യൂ ഒന്നും എന്താവുന്നില്ല? 0 ആവുന്നില്ല. എന്ത് കിട്ടും നമുക്ക്? നോൺ സിംഗുലർ എന്ന് കിട്ടും. അപ്പൊ അത് എന്താണ്? ശരിയാണ്. ഈ ഓപ്ഷനാണ് ശരിയായിട്ട് വരുന്നത്. എ സ്ക്വയർ പ്ലസ് 3a ഈസ് നോൺ സിംഗുലർ. എ സ്ക്വയർ പ്ലസ് 3a ഈസ് നോൺ സിംഗുലർ. എ സ്ക്വയർ മൈനസ് 3a നോൺ സിംഗുലർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോൺ സിംഗുലർ ആയിരിക്കോ? എ സ്ക്വയർ മൈനസ് 3a ആവില്ല. കാരണം ഇവിടെ എന്ത് വരും? 9 - 9 0 എന്ന് വരും അല്ലെ? ലാസ്റ്റ് 18 കിട്ടിയ സ്ഥലത്ത് 9 - 9 0 എന്ന് കിട്ടും. അത് തെറ്റാവും. ഓക്കെ, അതുകൊണ്ട് അത് ഐഗൺ വാല്യൂ എന്താവില്ല? സോറി, നോൺ സിംഗുലർ ആവില്ല. അത് സിംഗുലർ ആയിരിക്കും കേട്ടോ. സംഭവം പിടികിട്ടിയോ? എന്തൊക്കെ ചോദ്യങ്ങളാണല്ലേ? റൈറ്റ്, ശരി. അടുത്ത ചോദ്യം നോക്കൂ. അടുത്ത ചോദ്യം,
ഒരു മിനിറ്റ്, നാലാമത്തെ ചോദ്യം. ഓക്കെ, റൈറ്റ്. ലെറ്റ് എ ബി എ 3x3 matrix. A be a 3x3 matrix with a trace of A equal to 3 and determinant of A is 2. If 1 is the eigenvalue of A, then the eigenvalues of A square minus 2A are A square minus 2i യുടെ A square minus 2i യുടെ eigenvalues എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, എന്തൊക്കെയായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ എയുടെ ഐഗൺ വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് മുഴുവനായിട്ട് നമ്മൾ കണ്ടുപിടിക്കണം ആദ്യം. എന്നിട്ടല്ലേ A സ്ക്വയർ മൈനസ് 2i. ഈ ഐയുടെ ഐഗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ് കേട്ടോ. ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ടുള്ള ഐയുടെ ഐഗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 1 1, മൂന്നും 1 ആണ്. അപ്പൊ 2i ആകുമ്പോൾ 2 × 1 ഒക്കെ 2 ആയിരിക്കും. ഓക്കെ, എല്ലാ ഐഗൺ വാല്യൂസും അവിടെ 2 ആയിരിക്കും. പിന്നെ A സ്ക്വയറിന്റെ ഐഗൺ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ട്രേസ് ഓഫ് മെട്രിക്സ് എ എന്ന് പറഞ്ഞാൽ 3 ആണെന്നും ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 2 ആണെന്ന് തന്നിട്ടുണ്ട്. ഒരു ഐഗൺ വാല്യൂ 1 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുക ആൽഫ ബീറ്റ ഗാമയാണ് ഐഗൺ വാല്യൂസ് ഓഫ് എ എന്ന് വിചാരിച്ചു. ആൽഫ ബീറ്റ ഗാമയാണ് ഐഗൺ വാല്യൂസ് ഓഫ് എ എന്ന് വിചാരിച്ചു. ഓക്കെ, ആൽഫ 1 ആണെന്ന് എടുത്തോളൂ, നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ഈ ആൽഫയ്ക്ക് പകരം എന്ത് കൊടുക്കാം? 1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ഐഗൺ വാല്യൂസ് ആണ്. സം ഓഫ് ഐഗൺ വാല്യൂസ് ആണ് അല്ലെ? അപ്പൊ ട്രേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 3 ആണെന്ന്. സം ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ബീറ്റ പ്ലസ് ഗാമ അല്ലെ? അപ്പൊ ബീറ്റ പ്ലസ് ഗാമ എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. ഈ 1ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി എന്താ തന്നിട്ടുണ്ട്? ഡിറ്റർമിനന്റ് ഓഫ് എ എന്താന്ന് തന്നിട്ടുണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ്. നമ്മളിപ്പോൾ പറഞ്ഞു പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ്. അത് എത്രയും തന്നിട്ടുണ്ട്? 2 ആണ് തന്നിട്ടുണ്ട്. 2 ഇസ് ആൽഫ ഇൻറ്റു ബീറ്റ ഇൻറ്റു ഗാമ. ആൽഫ 1 ആയതുകൊണ്ട് ബീറ്റ ഗാമ എന്ന് കിട്ടും. അതെന്തെന്ന് കിട്ടി? 2 എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ? റൈറ്റ്, ശരി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആൽഫയും ബീറ്റയും കണ്ടുപിടിക്കണം സോൾവ് ചെയ്തിട്ട്. എങ്ങനെ കണ്ടുപിടിക്കും? ആൽഫയും ബീറ്റയും സോൾവ് ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ആ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് ഓർത്താൽ മതി. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്കറിയാം, 2 നമ്പറുകളുടെ സമ്മും 2 നമ്പറുകളുടെ പ്രോഡക്റ്റും തന്നിട്ടുണ്ടെങ്കിൽ ആ 2 നമ്പറുകളും ഉപയോഗിച്ച് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാം അല്ലെ? എങ്ങനെയായിരുന്നു അത്? എക്സ് സ്ക്വയർ, ഓർമ്മയുണ്ടോ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സമ്മും പ്രോഡക്റ്റും തന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യുന്നത് എക്സ് സ്ക്വയർ മൈനസ് സം ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് അല്ലെ ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റുമല്ലോ. അതായത് എക്സ് സ്ക്വയർ മൈനസ് സം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ? 2x പ്ലസ് പ്രോഡക്റ്റ് എത്രയാ? 2 തന്നെയാണ്, ഈക്വൽ ടു 0. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അവിടെ സോൾവ് ചെയ്താൽ മതി. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക നമുക്ക്? എക്സ് ഈക്വൽ ടു 2 പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് 2 സ്ക്വയർ 4 മൈനസ് 4 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 അല്ലെ? മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2. ഇത് 4 മൈനസ് 8 മൈനസ് 4 എന്ന് കിട്ടും. മൈനസ് 4ന്റെ റൂട്ട് മൈനസ് വന്നുകൊണ്ട് ഐ എന്ന് വരും. അപ്പോൾ 2i അല്ലെ? അപ്പോൾ 2 പ്ലസ് ഓർ മൈനസ് 2i ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 പ്ലസ് ഓർ മൈനസ് ഐ എന്ന് കിട്ടും. ഇതാണ് ആൽഫയുടെയും ബീറ്റയുടെയും ഗാമയുടെയും വാല്യൂ. ബീറ്റയുടെയും ഗാമയുടെയും വാല്യൂ ഇതാണ്. അപ്പോൾ ഒരെണ്ണം ബീറ്റ, ഒരെണ്ണം ഗാമ, അങ്ങനെ എടുത്താൽ മതി. ആൽഫ ഈക്വൽ ടു 1, ബീറ്റ ഈക്വൽ ടു 1 പ്ലസ് ഐ, ഗാമ ഈക്വൽ ടു 1 മൈനസ് ഐ. ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ഐഗൺ വാല്യൂസ് ഓഫ് എ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എ സ്ക്വയറിന്റെ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കണം. ഇതിന്റെ സ്ക്വയർ, ഈ വാല്യൂസിന്റെ സ്ക്വയർ അതെങ്ങനെയായിരിക്കും വരിക? ഈ വാല്യൂസിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിന് സ്ക്വയർ എടുത്താൽ മതി അല്ലെ? സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് കിട്ടും നോക്കിയൊക്കെ?
എയുടെ സ്ക്വയറിന്റെ ഓരോ നമ്പേഴ്സിന്റെയും സ്ക്വയർ എടുക്കണം നമ്മൾ. 1ന്റെ സ്ക്വയർ 1 തന്നെ അല്ലെ. ഇത് എയുടെ ഐഗൺ വാല്യൂ ആണ്. നമുക്ക് എ സ്ക്വയറിന്റെ ഐഗൺ വാല്യൂ ആണ് വേണ്ടത്. 1ന്റെ സ്ക്വയർ 1 തന്നെ. ഇനി ആൽഫ പ്ലസ് 1 പ്ലസ് ഐയുടെ സ്ക്വയർ എന്താ കിട്ടുക? 1 സ്ക്വയർ പ്ലസ് 2i പ്ലസ് ഐ സ്ക്വയർ. ഐ സ്ക്വയർ ഇസ് -1. ഇത് രണ്ടും കട്ട് ചെയ്ത് പോയിട്ട് എന്തെന്ന് കിട്ടും? ഇവിടെ 2i എന്ന് കിട്ടും. അപ്പോൾ ഒരു സ്ക്വയർ 2i ആണ്. അടുത്തതോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ 1 സ്ക്വയർ മൈനസ് 2i മൈനസ് 1. ഇത് രണ്ടും കട്ട് ചെയ്ത് പോയിട്ട് -2 എന്നും കിട്ടും. -2i എന്നും കിട്ടും. അപ്പോൾ 1 2i മൈനസ് 2i. ഇതാണ് എ സ്ക്വയറിന്റെ ഐഗൺ വാല്യൂസ്. ഓക്കെ, എ സ്ക്വയറിന്റെ ഐഗൺ വാല്യൂസ്. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇതൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് ഒരു മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്യുക? ഇത് ഞാനിങ്ങനെ പറഞ്ഞു വരുന്നതുകൊണ്ടാണ് ഇത്രയധികം സമയം എടുക്കുന്നത്. പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വേഗം സ്പീഡിൽ ചെയ്താൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല സോൾവ് ചെയ്യാൻ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇങ്ങനെ പതുക്കെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആൽഫ ബീറ്റ ഗാമ എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ കിട്ടി. ഇനി നമുക്ക് എ സ്ക്വയറിന്റെ ഐഗൺ വാല്യൂസ് കിട്ടി. ഇനി അത് എ സ്ക്വയർ മൈനസ് 2iയുടെ ഐഗൺ വാല്യൂ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ആക്കി മാറ്റും? എ സ്ക്വയർ മൈനസ് 2i. അതിന്റെ ഐഗൺ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? ഇതിന്റെ കൂടെ 2 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 1 മൈനസ് 2 മൈനസ് 1 അല്ലേ. 1 മൈനസ് 2 മൈനസ് 1. പിന്നെ 2i മൈനസ് 2i മൈനസ് 2 അല്ലേ. മൈനസ് 2i മൈനസ് 2. ഓക്കെ, മൈനസ് 1 പിന്നെ മൈനസ് 1 2 ഔട്ട് സൈഡ് എടുത്താൽ i മൈനസ് 1 പിന്നെ മൈനസ് 2 ഔട്ട് സൈഡ് എടുത്താൽ i പ്ലസ് 1. ഇതായിരിക്കും നമ്മുടെ ആൻസർ. മൈനസ് 1 2 ഇൻറ്റു i മൈനസ് 1 മൈനസ് 2 ഇൻറ്റു i പ്ലസ് 1. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരിക. പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ ഒന്നിരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, ക്ലിയർ ആവും. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഗ്രൂപ്പിൽ ചോദിച്ചാലും മതി കേട്ടോ. ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇത് 4ാമത്തെ ചോദ്യമായിരുന്നു. 5ാമത്തെ ചോദ്യം നോക്കൂ. ലെറ്റ് എ ഈക്വൽ ടു a minus 1 4 0 b 7 0 0 3 be a real matrix with real entries. If the sum and product of all eigenvalues of a are 30 and 10 and 30 respectively. Sum 10 product 30 on. Sum 10 product 30 on. Okay. Then a square plus b square എന്നാണ് ചോദ്യം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാണ് ചോദ്യം. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് നോക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ് അല്ലെ. അതായത് ട്രയാങ്കിൾ ഡയഗണൽ എലമെന്റ്സിന്റെ മുകളിൽ മാത്രമേ വാല്യൂ ഉള്ളൂ, താഴെയൊക്കെ 0 ആണ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് അല്ലെങ്കിൽ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സ് ആണ്. ഡയഗണൽ എലമെന്റ്സ് ആണ്. ഐഗൺ വാല്യൂസ് ആർ ഡയഗണൽ എലമെന്റ്സ് എല്ലാത്തിലും പഠിച്ചു വെക്കരുത്. ഏതിലാണ്? ഇൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. ഓക്കെ, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഓർ ഇൻ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പൊ ഇവിടുത്തെ ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? എ, ബി ആൻഡ് 3. ഓക്കെ, നമ്മൾ നേരത്തെ ആൽഫ ബീറ്റ ഗാമ എടുത്ത പോലെ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? എ പ്ലസ് ബി പ്ലസ് 3 എന്ന് പറയുന്നത് 10 ആണെന്നും എ ബി ഇൻറ്റു 3 അപ്പൊ 3ab എന്ന് പറയുന്നത് 30 ആണെന്നും തന്നിട്ടുണ്ട്. നോക്കി നോക്കൂ നിങ്ങൾ. എ പ്ലസ് ബി എന്ന് പറയുന്നത് 7 ആണെന്നും എ ബി എന്ന് പറയുന്നത് 10 ആണെന്നും ആണ് തന്നിട്ടുള്ളത്. സിമ്പിൾ അല്ലേ നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാൻ? ഇനി ഇത് നിങ്ങൾ സോൾവ് ചെയ്തെടുക്കൊന്നും വേണ്ട. എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇതിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എക്ക് 2ഉം ബിക്ക് 5ഉം കൊടുക്കാം, അല്ലെങ്കിൽ തിരിച്ച് എക്ക് 5ഉം ബിക്ക് 2ഉം കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 2 പ്ലസ് 5 7 എന്ന് കിട്ടും. 2 ഇൻറ്റു 5 10 എന്ന് കിട്ടും. അപ്പോൾ ഏതോ ഒരു വാല്യൂ 2 ആണ്, അടുത്ത വാല്യൂ 5 ആണ്. ഇതിന്റെ സ്ക്വയർ അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിക്കണ്ടേ. 2ന്റെ സ്ക്വയർ പ്ലസ് 5ന്റെ സ്ക്വയർ 4 പ്ലസ് 25 29 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് ഉത്തരം.
ഓക്കെ, ക്ലിയർ ആണോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? എന്തെങ്കിലും ചോദിക്കാം, എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. നോക്കൂ, ആറാമത്തെ ചോദ്യം. If lambda cube minus 2 lambda square plus 4 lambda plus 1 equal to 0 is the characteristic equation of a 3 by 3 matrix A, then its inverse is. അതിന്റെ ഇൻവേഴ്സ് എന്താണെന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഒരു മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാ മെട്രിക്സും അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ത് ചെയ്യും? സാറ്റിസ്ഫൈ ചെയ്യും. എല്ലാ മെട്രിക്സും അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്ന് പറഞ്ഞാൽ ഇവിടെ ലാംഡ എന്നതിന് പകരം നമുക്ക് എ ക്യൂബ് മൈനസ് 2a² പ്ലസ് 4a പ്ലസ് ഐ, 1ന് പകരം നമ്മൾ ഐ എഴുതണം, മെട്രിക്സ് ആക്കി എഴുതുമല്ലേ. അപ്പോൾ ലാംഡയ്ക്ക് പകരം നമുക്ക് എ കൊടുക്കാം. എ ക്യൂബ് മൈനസ് 2a² പ്ലസ് 4a പ്ലസ് ഐ ആണ് ഐഡന്റിറ്റി മെട്രിക്സ്. 1 ആണ് അവിടെ ഉള്ളത്, ഐഡന്റിറ്റി മെട്രിക്സ് ആക്കിയിട്ട് എഴുതാം. അപ്പോൾ അവിടെ 2 ആണെങ്കിൽ 2i എന്ന് കൊടുക്കുക, 3 ആണെങ്കിൽ 3i എന്ന് എഴുതാം കേട്ടോ. അപ്പൊ എങ്ങനെ എഴുതിയാലും നമുക്ക് ഇനി ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ ത്രൂ ഔട്ട് ഒരു എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എ ഇൻവേഴ്സ് ഇൻറ്റു എ ക്യൂബ് മൈനസ് 2 ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു a² പ്ലസ് 4 ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു എ പ്ലസ് എ ഇൻവേഴ്സ് ഇൻറ്റു ഐ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഒരു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ ഡിവൈഡ് ചെയ്യാണ്, കട്ട് ചെയ്യാണ് അല്ലെ. എ ഇൻവേഴ്സ് ഇൻറ്റു എ ക്യൂബ് എന്ന് പറഞ്ഞാൽ a² മൈനസ് 2 എ ഇൻവേഴ്സ് ഇൻറ്റു a² എന്ന് പറഞ്ഞാൽ 2a പ്ലസ് എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ അവിടെ ഐ ആകിട്ട 4i പ്ലസ് എ ഇൻവേഴ്സ് ഈക്വൽ ടു 0 അല്ലേ. നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ടത് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഉണ്ടായാൽ മതി. എ ഇൻവേഴ്സ് ഈക്വൽ ടു ഒക്കെ നെഗറ്റീവായി മാറും, അല്ലെങ്കിൽ ആ നെഗറ്റീവ് പുറത്തേക്ക് എടുത്ത് എഴുതാം. നെഗറ്റീവ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ എഴുതാം. a² മൈനസ് 2a പ്ലസ് 4i. നെഗറ്റീവ് പുറത്തേക്ക് എടുത്തു, ഇത് മൊത്തം അങ്ങോട്ട് കൊണ്ടുപോയി നെഗറ്റീവാണ്. അത് നെഗറ്റീവ് നമ്മൾ പുറത്തെടുത്ത് എഴുതിയാൽ ഇത് തന്നെ കിട്ടും. a² മൈനസ് 2a പ്ലസ് 4i. a² മൈനസ് 2a പ്ലസ് 4i, ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. ഒരു ചോദ്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇത് നമ്മുടെ എക്സാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ചോദ്യമാണ്. നോക്കൂ, ഏഴാമത്തെ ചോദ്യം. ഏഴല്ലേ? അതെ. ഒരു മിനിറ്റ്. Okay. If the characteristic roots of M3 of R എന്ന് പറഞ്ഞാൽ ഇത് എന്താ സാധനം? മെട്രിക്സ് കളക്ഷൻ ഓഫ് ഓൾ മെട്രിസസ് 3 by 3 മെട്രിസസ് ഓഫ് റിയൽ എൻട്രീസ്. അതാണ് ഈ M3 of R എന്ന് പറഞ്ഞ സാധനം കേട്ടോ. അതിൽ കംപ്ലീറ്റ് ആ ഒരു സെറ്റിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് എന്താ ഉണ്ടാവുക? മെട്രിക്സ് ഓഫ് ഓർഡർ 3 by 3 ആണ് ഉണ്ടാവുക. ഇവിടെ എ ബിലോങ്സ് ടു എന്ന് വേണേൽ കൊടുക്കാം, നമുക്ക് അങ്ങനെ കൊടുക്കണം. എ ബിലോങ്സ് ടു അതിന്റെ ഐഗൺ വാല്യൂസ്, ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഐഗൺ വാല്യൂസ് ആണ്. ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നിട്ടുണ്ട്? 1 ഒമേഗ ഒമേഗ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. 1 ഒമേഗ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ആണ്. ദെൻ ദ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ഓഫ് എ ഇൻവേഴ്സ്. എ ഇൻവേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് എന്താണ് എന്നാണ് ചോദ്യം. എ ഇൻവേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് എന്താണ് എന്നാണ് ചോദ്യം. എന്താണ് എ ഇൻവേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ്? അപ്പോൾ എയുടെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് അല്ലെങ്കിൽ ഐഗൺ വാല്യൂസ് നമുക്ക് കിട്ടിയാൽ എ ഇൻവേഴ്സിന്റെ കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. എയുടെ ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ 1 ഒമേഗ ഒമേഗ സ്ക്വയർ ആണ്. അപ്പൊ എ ഇൻവേഴ്സിന്റെ ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/1 1 ഒമേഗ 1 ഒമേഗ സ്ക്വയർ. എ എന്ന് പറയുന്നതിന്റെ ഐഗൺ വാല്യൂ ലാംഡ ആണെങ്കിൽ എ ഇൻവേഴ്സിന്റെ ഐഗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/λ ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ
ഒമേഗയുടെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ഫൈനൽ ആൻസർ എഴുതുന്നത്. ഈ ഒമേഗ എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. അപ്പോൾ ഒമേഗ ക്യൂബ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? 1 ആണ് അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ ഒമേഗ 1 ബൈ ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. ത്രൂ ഔട്ട് ഇക്വേഷനെ നിങ്ങൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? ഒമേഗ ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ത്രൂ ഔട്ട് ഇക്വേഷനെ ഒമേഗ ക്യൂബ് കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും നോക്കി? ഒമേഗ ക്യൂബ് ബൈ ഒമേഗ ക്യൂബ് ബൈ ഒമേഗ സ്ക്വയർ ഇങ്ങനെ കിട്ടും അല്ലേ? നോക്കി നോക്കൂ, ഒമേഗ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഒമേഗ എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ ഇൻവേഴ്സിന്റെ ഐഗൺ വാല്യൂസ് വീണ്ടും എന്തായി? 1 ഒമേഗ സ്ക്വയർ ആയി അല്ലേ? 1 ഒമേഗ സ്ക്വയർ ആയി. ഓക്കെ, 1 ഒമേഗ സ്ക്വയർ തന്നെയാണ് ഇതിന്റെ ഐഗൺ വാല്യൂ. 1 ഒമേഗ സ്ക്വയർ തന്നെയാണ് ഇതിന്റെ ഐഗൺ വാല്യൂ. കിട്ടിയോ? ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പൊ അത്രയും മതി തൽക്കാലം. 7 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതുപോലെയുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വേറെ സെഷൻസ് ചെയ്യാം.